ഗൈസ്, കുറേ മണ്ടൻ ക്ലബ്സും ഒരു ബുദ്ധിമാനായിട്ടുള്ള ക്ലബ്ബും അല്ലെങ്കിൽ ക്ലബ് മാനേജ്മെൻറ്റും, അത് അവർ തന്നെയാണ് പറയുന്നത് അവർ ഏറ്റവും ബുദ്ധിമാന്മാരാണ് എന്നുള്ളത്. ഏത് ക്ലബ്ബാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. എന്താണെങ്കിലും ISL ഒന്ന് ഹോൾഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി കളിക്കാം. പ്ലേയേഴ്സിനോട് നന്മമരം കാണിച്ച് നിങ്ങൾ മറ്റ് ക്ലബ്ബുകൾ നോക്കിക്കോളൂ, ISL തകരാൻ പോവുകയാണ്, ഇനി ഇങ്ങനൊരു ലീഗ് ഉണ്ടാവുമോ അറിയില്ല എന്ന അവസരത്തിൽ നിൽക്കുമ്പോൾ മറ്റ് ചില ക്ലബ്ബുകൾ സൈനിങ്സ് നടത്തുന്ന ഒരു വാശിയിലാണ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിരവധി സൈനിങ്ങുകളാണ് ഈസ്റ്റ് ബംഗാളും അതുപോലെ ജംഷഡ്പൂർ FC ഒക്കെ നടത്തുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ്സ് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ക്ലബിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടൻ തീരുമാനങ്ങൾ എന്തിനു വേണ്ടി ISL നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചാണ്. അതൊന്ന് വൈകും എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഏറ്റവും നല്ല ഡിസിഷൻസ് എടുക്കുന്നവർ മികച്ച റിസൾട്ട്സ് ഉണ്ടാക്കും, അല്ലാത്തവർ ഇരുന്ന് സീസൺ കഴിയുമ്പോൾ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നാണെങ്കിലും നമുക്ക് ആ ഒരു സൈനിങ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. ആദ്യം ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെ വരാം. ഓൾറെഡി എഡ്മണ്ടിൻ്റെയും അതുപോലെ ബിപിൻ സിംഗിൻ്റെയും ഒക്കെ സൈനിങ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് അവർ തന്നെ കൺഫേം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അതിന് പിന്നാലെയാണ് ജയ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ FC ഗോവയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരമാണ്. ഈ സീസണിൽ നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച സൈനിങ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്ന് ഇതാണ് എന്ന് ഞാൻ പറയും. കാരണം അവർക്ക് ആവശ്യമായിരുന്ന ഒരു പ്ലെയറാണ് ഒരു ലെഫ്റ്റ് ബാക്ക് പ്ലെയർ എന്ന് പറയുന്നത്. അപ്പം ഗോവയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. 2 സീസണിൽ നിന്നായിട്ട് 42 ISL മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ദേശീയ ടീമിലും അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സീസണിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ഗെയിം ടൈം ഒന്ന് കുറഞ്ഞിരുന്നു. കാരണം ആകാശ് സംഗ്വാനെയാണ് കോച്ച് കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത്. എനിവേ, ഇവർക്കൊരു ലെഫ്റ്റ് ബാക്ക് പ്ലെയർ ആവശ്യമാണ് എന്ന സാഹചര്യത്തിൽ ഇത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തീരുമാനമായിട്ട് തന്നെ മാറും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, ഈസ്റ്റ് ബംഗാളിലേക്ക് ഒരു ലെഫ്റ്റ് ബാക്ക് വരുമ്പോൾ ഒരു വിങ് ബാക്ക് താരം പോകുന്നു എന്നും കൂടി പറയണം. നിഷു കുമാറാണത്. നിഷു കുമാർ ജംഷഡ്പൂർ FCയിലേക്ക് പോകുന്നു. 27 വയസ്സുകാരനായിട്ടുള്ള താരം ഒരു റൈറ്റ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ബോത്ത് ഫീറ്റ് കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഉവൈസ് ഈ ഒരു ജംഷഡ്പൂർ FCയിൽ നിന്ന് പഞ്ചാബിലേക്ക് പോയ സാഹചര്യത്തിൽ അവിടെ ഒരു സാധ്യത തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു വിങ് ബാക്ക് താരം സാർദ ഗുലു എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ ഇന്റർകാഷിൽ നിന്ന് എത്തിക്കുന്നു ജംഷഡ്പൂർ FC. അദ്ദേഹം ഒരു റൈറ്റ് ബാക്കായിട്ടും സെൻട്രൽ ബാക്കായിട്ടും കളിക്കാൻ കഴിവുള്ളൊരു താരമാണ്. മിക്കവാറും ഒരു യൂട്ടിലിറ്റി പ്ലെയർ എന്ന ലെവലിൽ ഉപയോഗിക്കാൻ സാധ്യതകളുണ്ട്. ഏതാണ്ട് 75ഓളം ISL മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നാഷണൽ ടീമിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഇന്റർകാഷിയുടെ പ്ലെയറായിട്ടും അദ്ദേഹം ഒരു ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അതായത് ജയേഷ് റാണെ എന്ന് പറഞ്ഞിട്ടുള്ള മിഡ്ഫീൽഡറെയാണ് എത്തിക്കുന്നത് മുംബൈ സിറ്റി FCയിൽ നിന്നും ജംഷഡ്പൂർ FC. ഖാലിദ് ജമീലിൻ്റെ ഒരു വിശ്വസ്തനായ താരമാണ്. കാരണം ഐ ലീഗ് ഐസ്വാളിനൊപ്പം വിൻ ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന താരമായിരുന്നു ജയേഷ് റാണെ. മിഡ്ഫീൽഡിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ കളിക്കാൻ കഴിവുള്ള ഏതാണ്ട് 144ഓളം ISL മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള 2 പ്ലെയേഴ്സ് വേറെ ഉണ്ടായിരുന്നു, അശുതോഷ് മേത്തയും ആൽബിനോ ഗോമസ്. അവരും ഇപ്പം ജംഷഡ്പൂർ FCയുടെ ഭാഗമാണ് എന്നുള്ളത് മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വിൻസി ബാരറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള വിങ്ങർ ആയിട്ടുള്ള താരമാണ്. ചെന്നൈയിൻ FCയിൽ കഴിഞ്ഞ 2 സീസൺ കളിച്ചിട്ടുള്ള താരമാണ്. നല്ല പ്ലെയർ തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് സീസൺ അത്ര മികച്ച നമ്പേഴ്സൊന്നും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പെർഫോമൻസിലും കുറച്ചൊരു ഡിപ്പ് സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ ഖാലിദ് ജമീലിൻ്റെ അണ്ടറിൽ വർക്കൗട്ടായി വരും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതുപോലെ ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ താരത്തെ ജംഷഡ്പൂർ FC സൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ സ്ട്രൈക്കറായിട്ടുള്ള താരമാണ്. മുംബൈ സിറ്റി FCയിൽ നിന്നാണ് ഈ ഒരു 27 വയസ്സുകാരനുള്ള താരത്തെ സൈൻ ചെയ്യുന്നത്. സെൻട്രൽ ഫോർവേഡാണെങ്കിലും കഴിഞ്ഞ സീസണുകളിലൊന്നും അങ്ങനെ ഗോളുകൾ അടിച്ച ഒരു ചരിത്രം നമുക്കില്ല. ഏറ്റവും അദ്ദേഹത്തിൻ്റെ നല്ല കരിയർ ബംഗളൂരു FCയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അത്യാവശ്യം ഗോൾസൊക്കെ അടിക്കുമായിരുന്നു. അതുപോലെ ഡൽഹി ഡൈനാമോസിൽ. പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു നമ്പേഴ്സ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ബിജോ വെഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ പഞ്ചാബ് FC സൈൻ ചെയ്യുന്നു. 25 വയസ്സുകാരനുള്ള താരം സെൻട്രൽ ബാക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസേർവ്സിൽ നിന്ന് വന്ന് പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL കളിച്ച താരമാണ്. പിന്നെ ഇന്റർകാഷിൽ ലോണിൽ കഴിഞ്ഞ സീസണിൽ പോയിരുന്നു. ഈ സീസണിൽ അദ്ദേഹം ഇഞ്ചുറിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് എനിക്കൊന്ന് ജനുവരിയിലോ മറ്റോ ആണ് പോയത്. പക്ഷേ അദ്ദേഹത്തിന് അവിടുത്തെ ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ ബാക്കായിട്ട് മാറാൻ ഇന്റർകാഷിക്കൊപ്പം സാധിച്ചിരുന്നു. നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. പഞ്ചാബ് FCക്കും ഒരു സെൻട്രൽ ബാക്ക് പ്ലെയറെ വളരെ ആവശ്യമാണെന്നൊരു സാഹചര്യമാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിനൊരു ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ ബാക്ക് എന്ന നിലയിലേക്ക് വരാനുള്ള കേപ്പബിലിറ്റി ഉള്ള താരം തന്നെയാണ്. അങ്ങനെ വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ സൈനിങ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസിറ്റ് കണക്ഷൻ സൈനിങ് ഓഫ്.